Hi friends, Assalamualaikum, Namaskaram, welcome back to Jannath. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ഇവിടെ കൂടുതൽ പ്രിയം എൻ്റെ ചിക്കൻ ബിരിയാണിയോടാണ് എല്ലാവർക്കും. പിന്നെ എൻ്റെ 4-5 ഫ്രണ്ട്സ് എൻ്റെ ബിരിയാണി കഴിച്ചിട്ടുള്ളവരാണ്. അവരിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്യാൻ കുറേ ആയി പറയണു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബിരിയാണി റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് തൈരും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഓവർനൈറ്റിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും കൂടുതൽ ഫ്ലേവർ ആയിരിക്കും. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ ഹാർഡാവും. പിന്നെ നമുക്ക് മസാലയിലൊക്കെ ഇട്ട് വീണ്ടും കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം നിങ്ങൾ ഫ്രൈ ചെയ്യേണ്ട. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. മറ്റൊന്നുമല്ല, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. പലരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അത് ഓൾ ഓപ്ഷൻ കൊടുക്കാണ്ടാണ്. അപ്പോൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഫ്രൈ ചെയ്യുന്നുള്ളൂ. തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കന് 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനിത് എടുത്തു മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബിരിയാണി ചെമ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കണ്ട. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളിയൊന്നും കരിയില്ല, പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കുത്തുമണം പോണ വരെ നമുക്കിത് നന്നായിട്ട് വഴന്നെടുക്കാം. അതിലേക്ക് പച്ചമുളകും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലൈസ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അത് കുറച്ച് നേരം കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ റെഡിയാവും.
ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യാറ്, ബിരിയാണി മസാല ഒന്നും ആഡ് ചെയ്യാറില്ല. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇതിലേക്ക് മല്ലിയും പുതിനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ പുളിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വരും നമ്മുടെ മസാല. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാനത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ചിക്കനൊന്നും ഉടഞ്ഞു പോവില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇവിടെ കൈമ റൈസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വേണ്ട സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കറുവപ്പട്ട, ഏലക്ക, തക്കോലം എന്നിവ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വെള്ളം, ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലും ഈ കൈമ റൈസാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ കൈമ ആയതുകൊണ്ട് തന്നെ ഞാൻ നെയ്ച്ചോറ് വെച്ചതിന് ശേഷമാണ് അത് ബിരിയാണിയാക്കി മാറ്റാറ്. കൂടുതൽ ഫ്ലേവറാണ് ഈ കൈമ റൈസിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതെ നല്ല ടേസ്റ്റായിട്ട് ബിരിയാണി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പശു നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. kg യൂസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റി വരും തോറും നിങ്ങൾ ഫ്ലെയിം ലോ ആക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കുറച്ച് പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൈമ റൈസിന് എന്തായാലും ഇത്രയ്ക്ക് തന്നെ വെള്ളം ആവശ്യമുള്ളൂ. നമ്മൾ ആഡ് ചെയ്ത വെള്ളം ആവശ്യം വരുള്ളൂ. അപ്പോൾ റൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കണക്ക് മാറും. ഇപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഗാർണിഷിങ് ഐറ്റംസാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും ബിരിയാണിക്ക് ടേസ്റ്റിന് ഒരു കുറവും വരുമൊന്നുമില്ല. ഇത് ഇടുമ്പോൾ ഒരു ബിരിയാണിയുടെ ഒരു ലുക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ചൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം മുന്തിരി പെട്ടെന്ന് റോസ്റ്റായിട്ട് വരും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാളാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് സവാള നല്ല തിന്നായിട്ട് വേണം അരിയാൻ. അപ്പോഴാണ് ഒരേപോലെ കുക്കായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ്. ഇനി നമ്മുടെ മസാലയൊക്കെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ ഈ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ലെയറായിട്ടൊന്നും ചെയ്യാറില്ല. മസാലയുടെ മേലെ ഈ റൈസ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവാറില്ല ഇങ്ങനെ ചെയ്താലും. അപ്പോൾ റൈസൊക്കെ ഇട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചൂടാക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എസൻസ് ഒന്നും ഉപയോഗിക്കാറില്ല. പൈനാപ്പിൾ എസൻസ് എനിക്ക് വലിയ ഇഷ്ടമല്ല, ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ ബിരിയാണി മസാലയിൽ നിന്ന് തന്നെ നമുക്ക് കളറും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കളറും ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലെ നല്ല ഭംഗിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യണം. അപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ മൈദ കൊണ്ട് ഈ മൂടിയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം. ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ഈ മൂടി വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ ഒരു ചെമ്പ് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സീലൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്മെല്ലുണ്ട് ബിരിയാണിക്ക്. ഇനി ഇത് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലിട്ടിട്ടാണ് മിക്സ് ചെയ്യുക ശരിക്കും. അപ്പോൾ കണ്ടില്ലേ, കളർ തന്നെ ഇടയുണ്ട്. നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് ബിരിയാണിയുടെ. കണ്ട, ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. അത് നമ്മൾ ആ ഫ്രൈ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.